ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഞായറാഴ്ച കേരള ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ സീസണിലെ രണ്ടാമത് മത്സരം കളിക്കാൻ ഇറങ്ങുകയാണ് അഗൈൻസ്റ്റ് ഈസ്റ്റ് ബംഗാൾ വേഴ്സസ് കേരള ബ്ലാസ്റ്റേഴ്സ് മത്സരമാണ്. അപ്പോൾ എല്ലാവർക്കും അറിയാം, ഫസ്റ്റ് മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് പഞ്ചാബ് എഫ് സിയോട് സ്വന്തം തട്ടകത്തിൽ വെച്ച് പരാജയപ്പെടുകയാണ് ചെയ്തത്. അപ്പോൾ അവരിവിടെ വന്ന് നമ്മളെ തട്ടിപ്പോയി. അപ്പോൾ ഇനി ഈസ്റ്റ് ബംഗാളിലായിട്ടുള്ള കേരള ബ്ലാസ്റ്റേഴ്സിന് രണ്ടാമത്തെ മത്സരം കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം നമ്മുടെ തട്ടകത്തിൽ തന്നെയാണ്. അപ്പോൾ വീണ്ടും ഇവരുടെ കയ്യിൽ നിന്ന് കിട്ടുമോ എന്നറിയില്ല. എന്തായാലും തിരിച്ചു വരണം, നമുക്ക് ആ വിജയത്തിലേക്ക്. കഴിഞ്ഞ മത്സരം പരാജയമാണ്, അപ്പോൾ തന്നെ തിരിച്ചു വരണം, വിജയിക്കണം, അതുതന്നെയാണ് ലക്ഷ്യം. അതിനായിട്ട് നമ്മുടെ ടീം നല്ല രീതിയിൽ പരിശ്രമിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം എന്തായാലും. അപ്പോൾ കഴിഞ്ഞ 2-3 സീസണിലെ പോലെയുള്ള ഈസ്റ്റ് ബംഗാൾ ഈ സീസണിൽ കിടിലൻ ടീമാണ് ഈസ്റ്റ് ബംഗാൾ എന്ന് തന്നെ പറയാം. അപ്പോൾ കഴിഞ്ഞ സീസണിലെ ഗോൾഡൻ ബൂട്ട് വിന്നർ നമ്മുടെ സ്വന്തമായിരുന്ന ദിമിത്രിയോസ് ഡയമൻഡഗോസ് അവരുടെ കയ്യിലാണ് ഇപ്പോൾ നിലവിലുള്ളത്. എല്ലാവർക്കും അറിയാം, ഈസ്റ്റ് ബംഗാളിലേക്കാണ് പോയത്. ദിമി അവിടെ ഉണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ സീസണിലെ ISL സീസണിലെ അസിസ്റ്റ് ലീഡർ അതും അവരുടെ ഒപ്പം ഉള്ള മാത്യു തലാലിനെ അവർ പഞ്ചാബ് എഫ് സിയിൽ നിന്ന് ഈസ്റ്റ് ബംഗാളിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ സീസണിലെ 2 മികച്ച താരങ്ങളും അവിടെയാണ് ഉള്ളത്. അപ്പം പിന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മിഡ്ഫീൽഡിലെ ബ്ലാസ്റ്റേഴ്സിൻ്റെ കുറേ കാലമായിട്ട് ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രൊഡക്റ്റായിട്ട് കുറേ കാലമായിട്ടുണ്ടായിരുന്ന നമ്മുടെ ജീക്സൺ സിംഗും ഇപ്പോൾ എല്ലാവർക്കും അറിയാം ഈസ്റ്റ് ബംഗാളിനോടൊപ്പമാണ്. അപ്പോൾ എങ്ങനെ ആയാലും ഒരു കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കുറേ പ്ലേയേഴ്സ് ഇപ്പോൾ നിലവിൽ ഈസ്റ്റ് ബംഗാളിലുണ്ട്. അപ്പോൾ അവരായിട്ടാണ് നമ്മൾ നാളെ ഏറ്റുമുട്ടാൻ പോകുന്നത്. അതുപോലെ പിന്നെ അൻവർ അലി നാളെ ബ്ലാസ്റ്റേഴ്സിനെതിരെ ഡെബ്യൂ മത്സരം കളിക്കുമെന്നുള്ളതും റിപ്പോർട്ട് വന്നാണ്. ബാനും കാര്യങ്ങളും അൻവർ അലി ഉണ്ടാവില്ല എന്നുള്ളൊരു സന്തോഷത്തിൽ നിൽക്കുകയായിരുന്നു. അവരുടെ ഒരു ഡിഫൻഡർ മിഡ്ഫീൽഡർ പ്ലെയറിന് ഒരു റെഡ് കാർഡ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒരു ആശ്വാസത്തിൽ നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് ഇപ്പോൾ അൻവർ അലി ഡെബ്യൂ നടത്താൻ പോകുന്നത്. അദ്ദേഹത്തിൻ്റെ ബാനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ എങ്ങനെയായാലും എല്ലതും അടുപ്പിച്ചാണ് വരുന്നത്. ബ്ലാസ്റ്റേഴ്സിനെതിരെ അൻവർ അലി സ്റ്റാർട്ട് ചെയ്യും. നല്ലൊരു ടഫായിട്ടുള്ള ഓപ്പോണൻ്റ് ആണ് ഇത്തവണ ഈസ്റ്റ് ബംഗാൾ. അപ്പോൾ എങ്ങനെ നേരിടും, നമ്മുടെ സ്വന്തം ഗ്രൗണ്ടിലാണ്, മികച്ച രീതിയിൽ കളിക്കട്ടെ എന്ന് തന്നെ പറയാം. നമുക്ക് ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ, നമ്മൾ ലൈറ്റായിട്ട് സൈൻ ചെയ്തെത്തിയ ജീസസ് ജിമിനസ് കഴിഞ്ഞ മത്സരത്തിൽ സെക്കൻഡ് ഹാഫിൽ വന്നിട്ട് ഒരു ഗോളൊക്കെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. അതൊരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. താരത്തിനെ കൂടുതൽ ഒരു പോസിറ്റീവ് എനർജി ഗോളൊക്കെ അടിച്ചുകൊണ്ട് തന്നെ ആ ഫോമിലേക്ക് എത്താൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ ഈ മത്സരത്തിൽ വരുമ്പോൾ സ്റ്റാർട്ട് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അതുപോലെ വിപിൻ മോഹനൻ കഴിഞ്ഞ സെക്കൻഡ് ഹാഫിൽ വന്നിട്ട് നല്ല പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത്. അപ്പോൾ വിപിൻ മോഹനനൊക്കെ ഈ മത്സരത്തിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് 11 തന്നെ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ കഴിഞ്ഞ മത്സരത്തിൽ നമ്മുടെ ക്യാപ്റ്റൻ അഡ്രിയാൻ ലൂന ഉണ്ടായിരുന്നില്ല. അപ്പോൾ ലൂനയ്ക്ക് ഇഞ്ചുറിയും കാര്യങ്ങളൊന്നും ഇല്ലാന്ന് കോച്ച് കഴിഞ്ഞ മാച്ച് കഴിഞ്ഞ പാട് പറഞ്ഞതാണ്. പുള്ളിക്കെന്തോ പനി അങ്ങനെ എന്തോ ചെറിയ ഒരു പ്രശ്നമാണ്. അപ്പോൾ അത് മാറിയിട്ടുണ്ടാവും. ഈ മത്സരം കളിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ കുറച്ചുകൂടി പ്രതീക്ഷ ഉണ്ട് എന്ന് തന്നെ പറയാം. അപ്പോൾ എല്ലാം ഒത്തു വന്നാൽ നല്ലൊരു മത്സരം തന്നെ ഞായറാഴ്ച കാണാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എങ്ങനെയായാലും ഇതൊക്കെയാണ് പറയാനുള്ളത്. അപ്പോൾ ഞായറാഴ്ച മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ഈ സീസണിൽ ആദ്യ വിജയം കരസ്ഥമാക്കാൻ സാധിക്കട്ടെ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ അവസാനിക്കുകയാണ്. നെക്സ്റ്റ് വീഡിയോയുടെ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.